നമസ്കാരം. സുന്നി ജമാഅത്ത് സംസ്ഥാന മിലാദ് ക്യാമ്പയിൻ ആലുവയിൽ തുടക്കം കുറിച്ചു. മുഹമ്മദ് നബി ജീർണതകൾക്കും അപജയങ്ങൾക്കും പരിഹാരമാണെന്നും അധാർമികതയുടെ അന്ധകാരത്തിൽ നിന്നും സമൂഹത്തെ സമൂലം വെള്ളി വെളിച്ചത്തിലേക്ക് നയിക്കാൻ നിയോഗിതരായ ഉത്തമ ഗുരുവാണ് മുഹമ്മദ് നബി എന്നും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ ആസകലം ഗ്രസിച്ചിട്ടുള്ള എല്ലാത്തരം ജീർണതകൾക്കും അപജയങ്ങൾക്കുമുള്ള പരിഹാരം ആ ഗുരുവിൻ്റെ പാഠങ്ങളാണെന്ന് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി മൗലാന നജീബ് മൗലവി പ്രസ്താവിച്ചു. പ്രവാചകൻ ഉത്തമ ഗുരു എന്ന പ്രമേയത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മിലാദ് ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലുവ IMA ഹാളിൽ ചേർന്ന പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അഷ്റഫ് ഹസൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഹസൻ സഖാഫ് തങ്ങൾ, പാണക്കാട് സയ്യിദ് അബ്ദുൽ ഖയ്യൂം ശിഹാബ് തങ്ങൾ, സയ്യിദ് മുസമ്മിൽ ജിഫ്രി മുന്നിയൂർ, സിറാജുദ്ദീൻ മൗലവി, CA മൂസ മൗലവി, ബഷീർ ഫൈസി ആലുവ സെൻട്രൽ മസ്ജിദ് ഇമാം, അബ്ദുസലാം ഫൈസി ഓണംപള്ളി, അബുബക്കർ ഹസനി, മുഹമ്മദ് മൗലവി കാട്ടാമ്പള്ളി, ഇസ്മായിൽ ഹസനി, ബഷീർ വഹബി അടിമാലി, ഉമർ ബാഫക്കി, സിദ്ദീഖ് ബാക്കവി, EP അഷ്റഫ് ബാക്കവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ഒരു മാസം നീളുന്ന ശ്രദ്ധേയമായ പരിപാടികൾക്ക് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. വെളിച്ചം നൽകി ഇരുട്ടനെ നീക്കുകയുമാണ് ശബ്ദം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതാണ് ഗുരു എന്ന് മലയാള ഭാഷാ പഠനങ്ങൾ തന്നെ വിവരിച്ചിട്ടുള്ള ഒരു വിവരണമാണ്. ഈ അർത്ഥത്തിൽ അന്ധകാരങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താൻ, അന്ധകാരങ്ങളിൽ നിന്ന് ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ള വെളിച്ചത്തിൻ്റെ സൃഷ്ടികൾ, വെളിച്ചമാത്രമായ സൃഷ്ടികൾ, വെളിച്ചത്തിൻ്റെ അംശമല്ലാതെ ഇരുളിൻ്റെ യാതൊരു ഭേദങ്ങളും യാതൊരു കലർപ്പുകളും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഉരുവപ്പെടുത്തിയിട്ടുള്ള അല്ലാഹുവിൻ്റെ അമ്പിയാക്കളെന്ന മഹത്തുക്കൾ നടത്തുന്നവരാണ് ഗുരു. അധ്യാപകൻ, ടീച്ചർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പദവും ഒരാശയവുമാണ് ഗുരു. ആ ഗുരു ലോകത്ത് നടത്തിയ വിപ്ലവാത്മകമായ മാറ്റങ്ങളുടെ ചെറിയ ഒരു സംഭവം മാത്രമാണ് ഈ സദസ്സിൽ ഞാൻ വിവരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അറബ് സമൂഹം എന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു സമൂഹമായിരുന്നു. ധാർമ്മികമായി ഏറ്റവും കൂടുതൽ അധപ്പതിച്ചിട്ടുള്ള, ലോകത്ത് ഒരു രാജ്യക്കാരാലും ഒരു രാഷ്ട്രത്തലവന്മാരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ, അവർ തന്നെയും മറ്റൊരു ലോക നേതാവിനെയോ ലോക രാജ്യത്തെയോ ശ്രദ്ധിക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്ന എല്ലാ സംഘത്തിൻ്റെയും ഉലമാക്കൾ നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നത് തന്നെ തങ്ങളെ അറിയിക്കപ്പെടുകയും തങ്ങളെ അറിയുകയും ചെയ്യുന്നു എന്ന ഉത്തമ വിശ്വാസത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളിൽ ഉലമാക്കളിൽ ശ്രദ്ധേയരായ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. നമുക്ക് മാത്രമല്ല, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രവാചക സന്ദേശം അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ പ്രബോധന മേഖലയിലെ ഒരു നാഴികക്കല്ലായി അത് മാറും എന്നുള്ളതിൽ സംശയമില്ല. മൗലാന അവരുടെ പ്രഭാഷണം ഈ വിഷയത്തിൽ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കേരള സുന്നി ജമാഅത്ത് എന്ന ഒരു പേരിൽ നമ്മുടെ കേരളത്തിലെ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.